നമ്മുടെ ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ലേ, നമ്മുടെ ഭാരതം ഒരു ക്രിസ്തീയ രാഷ്ട്രമാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ. അതെന്താ ഇങ്ങനെ പറയുന്നതില്ല? ഇത്രയും കാലം നമ്മൾ മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2047 നമ്മുടെ ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാവും എന്നൊക്കെയല്ലേ നമ്മുടെ സംഘികൾ ദിവസവും ഇങ്ങനെ തള്ളി വിടുന്നത്. ഇപ്പം അതൊക്കെ തിരിച്ച് റിട്ടേൺ വന്നിട്ട് ക്രിസ്ത്യൻ രാജ്യമാക്കുന്ന പറയുന്നത്. അത് എവിടുന്ന വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചില്ല നിങ്ങൾ? വേറെ എവിടെ നിന്നല്ല, നമ്മുടെ കേരളത്തിലെ RSSന്റെ മുഖപത്രമായിട്ടുള്ളത് ഓർഗനൈസർ അല്ലേ, ഓൾ ഇന്ത്യ നോക്കുമ്പോൾ. അതേ സ്ഥാനത്ത് നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ RSSന്റെ മുഖപത്രം എന്ന് പറയുന്ന ആ കോളാമ്പി പത്രം ഏതാണ്? കേസരി അല്ലേ? കേസരിയുടെ എഡിറ്റർ ഏതാണ്? നമ്മുടെ വത്സമധു. അത് തന്നെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ കേസരിയിൽ ഇന്നലെ വന്നിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തോ അതോ ഹിന്ദു ഏതോ വാനര സംഘത്തിന്റെ ഒരു വലിയ നേതാവ് വന്ന് നമ്മുടെ കേസരി പത്രത്തിൽ വലിയൊരു ലേഖനം എഴുതി. അതായത് നമ്മുടെ കേരളവും നമ്മുടെ ഇന്ത്യയൊക്കെ എത്രയും വളരെ അടുത്ത കാലം കൊണ്ട് മതപരിവർത്തനം കാരണം ക്രിസ്തീയ രാഷ്ട്രം ആവാൻ പോവാന്നാണ് പറഞ്ഞത്. ഇത് കേട്ട് ഞെട്ടിയിരുന്നിട്ടാണ് സംഘികൾ എല്ലാവരും കൂടെ നമ്മുടെ ക്രിസംഘികൾക്കിട്ട് എവിടെ മുട്ടം പണി കൊടുക്കും, അത് മൂട്ടിലിട്ട് പൊട്ടിക്കോ അമിട്ട് അണ്ണാക്കിലിട്ട് പൊട്ടിക്കണോ എന്നുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘികളുള്ള രാജ്യമാണ് നമ്മുടെ കേരളം ഇപ്പോൾ. അതിൻ്റെ കൂടെ നമ്മുടെ ക്രിസംഘികൾ ഇങ്ങനെ കരുതിയിരുന്നോ, നിൻ്റെയൊക്കെ അണ്ണാക്കിലിട്ട് തീട്ടം മാത്രമല്ല ചാണകം മാത്രമല്ല അതിൻ്റെ കൂടെ അമിട്ടും കൂടെ പൊട്ടി നിന്നൊക്കെ പൊട്ടിച്ച് തീർക്കാനുള്ള പരിപാടിയിലോട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ നാട്ടിലെ സംഘികളുടെ പുതിയ പദ്ധതി. ന്യൂസ് കേട്ടിട്ട് ബാക്കി പറയാം. സംഘപരിവാർ പ്രസിദ്ധീകരണമായ കേസരിയിൽ ക്രൈസ്തവർക്കെതിരെ ലേഖനം. മിഷണറിമാർ മതം മാറ്റുന്നവരെന്നും രാജ്യവിരുദ്ധരെന്നും ഹിന്ദു ഐക്യവേദിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജുവിന്റെ ലേഖനത്തിൽ പറയുന്നു. ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാൻ ശ്രമമെന്നാണ് വിമർശനം. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഒരു വശത്ത് പാർട്ടിയിലെ ക്രൈസ്തവർക്ക് വേണ്ടി പ്രത്യേക യോഗം ചേരുന്നു, മറുവശത്ത് കേസരിയിൽ ക്രൈസ്തവർക്കെതിരെ ലേഖനം വരുന്നു. എന്താണ് ഈ ലേഖനത്തിൽ പറയുന്നത് സജോ? സ്മൃതി, BJP സംസ്ഥാനത്ത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് പിന്തുണ നേടാനുള്ള സജീവ ശ്രമം ഒരു വശത്ത് അത്തരം ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിനിടെയാണ് സംഘപരിവാറിന്റെ RSSന്റെ തന്നെ മുഖമാസിക എന്ന് വിളിക്കാൻ കഴിയുന്ന പ്രസിദ്ധീകരണമായ കേസരിയിലാണ് ക്രൈസ്തവ വിരുദ്ധ ലേഖനം വന്നിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ES ബിജുവാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. രാജ്യത്ത് ഒന്നാകെ വലിയ മതപരിവർത്തനത്തിനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നു. അങ്ങനെ രാജ്യത്തെ ക്രൈസ്തവ രാജ്യമാക്കി മാറ്റാനുള്ള പദ്ധതിയുണ്ട് എന്ന് ഈ ലേഖനം പറയുന്നു. മിഷണറിമാർ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ മതം മാറ്റുന്നവർ രാജ്യദ്രോഹികളും രാജ്യവിരുദ്ധരുമായി മാറുകയാണ് ചെയ്തത്. ക്രൈസ്തവർ ചെന്ന ഇടങ്ങളിലെല്ലാം വലിയ തോതിൽ മതപരിവർത്തനം നടത്തുകയും ആളുകളെ അവരുടെ മതത്തിലേക്ക് എത്തിക്കുകയും അതുവഴി അവിടെയുള്ള പഴയ സംസ്കാരങ്ങളെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു എന്ന പരാമർശമടക്കം ഇതിലുണ്ട് എന്നതാണ്. അതായത് അവിടെയുള്ള തദ്ദേശീയരായ ആളുകളുടെ ഭാഷയിലും സംസ്കാരത്തിലുമൊക്കെ പിന്നീട് അധിനിവേശം നടത്തുകയാണ് എന്നുകൂടി പറയണം. അതിനുശേഷം നോർത്ത് ഈസ്റ്റിലെ മതപരിവർത്തനത്തെക്കുറിച്ച്, അതായത് കാര്യമായ ക്രൈസ്തവ സാന്നിധ്യമുള്ള വിവിധ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. അവിടെ വിഘടനവാദ ചിന്ത ഉയർത്തി അവിടെയുള്ള ആളുകളെയൊക്കെ സായുധ വിപ്ലവത്തിലേക്ക് മറ്റും നയിക്കുകയാണ് എന്ന് പറയുന്നു. അതായത് ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം ആകെ എഴുതിയിരിക്കുന്നത്. അവിടെ മിഷണറിമാർ ചെയ്യുന്നത് ആളുകളെ അവരുടെ സംസ്കാരം നശിപ്പിച്ച് ക്രൈസ്തവ സമൂഹത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. ആ മതപരിവർത്തനം പൂർണ്ണമായും നിരോധിക്കാൻ കഴിയണം, അതിനാവശ്യമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യണം എന്നും ഈ ലേഖനത്തിൽ ലേഖകൻ പറയുന്നുണ്ട്. മിസോറാം, ഒഡീഷ, നാഗാലാൻഡ്, അരുണാചൽ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ സായുധ കലാപത്തിന് മിഷണറിമാർ വിപ്ലവ പ്രസ്ഥാനങ്ങളെ വിലക്കെടുത്തു എന്ന പരാമർശം ഇതിലുണ്ട്. തുടങ്ങി ക്രൈസ്തവ സഭകൾ രാജ്യത്തെമ്പാടും ചെയ്യുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയും ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എന്ന സൂചന നൽകുന്ന പരാമർശങ്ങളാണ് ഇതിൽ ആകെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെ സമ്പൂർണ്ണമായും പ്രതിരോധിക്കണം. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പരിധിക്കകത്ത് മാത്രം നിന്നാൽ പോരാ, അതിന് ഭരണഘടനാ ഭേദഗതി വേണമെങ്കിൽ അതും വേണം എന്ന നിലയ്ക്ക് കടുത്ത വിമർശനങ്ങൾ ക്രൈസ്തവ സഭകൾക്കും ക്രൈസ്തവ മിഷണറിമാർക്കും എതിരെ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലടക്കം ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തുടങ്ങി രാജ്യത്തിന്റെ മുഴുവൻ പശ്ചാത്തലവും കേരളത്തിന്റെ കാര്യവും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ന്യായമായ നടപടി, നിയമപരമായ നടപടി മാത്രമാണെന്നും വിവിധ ഇടങ്ങളിൽ സർക്കാരുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിലൂടെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പല തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു തുടങ്ങി പല തരത്തിലുള്ള പരാമർശങ്ങളും അതിരൂക്ഷ കടുത്ത പരാമർശങ്ങളും ചില ഘട്ടങ്ങളിൽ വിദ്വേഷ പരാമർശങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷന്റെ കേസരിയിലെ ലേഖനം. BJP നേതാക്കളാരെങ്കിലും ഈ സംഭവത്തോട് പ്രതികരിക്കുന്നുണ്ടോ, ലേഖനത്തോട് പ്രതികരിക്കുന്നുണ്ടോ? നേരത്തെയും, അതായത് ഇക്കാര്യത്തിൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ വിഷയത്തിൽ അവരുടെ അറസ്റ്റിന് പിന്നാലെ BJPയിലെ സംസ്ഥാന നേതൃത്വം അതിൽ ഇടപെടും, പ്രശ്നപരിഹാരം ഉണ്ടാക്കും, അതിൽ തങ്ങൾ ഇടപെട്ടുവെന്ന അവകാശവാദമൊക്കെ തുടർച്ചയായി ഉന്നയിച്ചതാണ്. ആ ഘട്ടത്തിലും ഹിന്ദു ഐക്യവേദി മറിച്ചൊരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതായത് ഇവിടെ സജീവമായ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നു എന്ന് തുടങ്ങി പല രൂപത്തിലുള്ള വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഹിന്ദു ഐക്യവേദി ഉന്നയിച്ചതാണ്. BJPയുടേത് അവരുടേത് പ്രത്യേക നിലപാടാണ് എന്ന് വന്ന് ഹിന്ദു ഐക്യവേദി നിലപാട് വ്യക്തമാക്കിയിരുന്നത്. സംഘപരിവാർ ഏതായാലും ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം എന്നത് വളരെ കൃത്യമാണ്. അതേസമയം ഈ വിഷയത്തിൽ BJPയുടെ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രാജ്യത്തുള്ള
രാജ്യത്തുടനീളം ക്രൈസ്തവർക്ക് സുരക്ഷയൊരുക്കാം, അവർക്ക് BJP-യുമായി ചേരാം എന്നെല്ലാമുള്ള പ്രചാരണങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ BJP അവരുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ക്രൈസ്തവ നേതാക്കൾക്ക് വേണ്ടി യോഗം വിളിക്കുന്നു, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സെൽ ഉണ്ടാക്കുന്നു, അതിനുശേഷം സഭാ നേതൃത്വവുമായി ആശയവിനിമയത്തിന് ശ്രമം നടത്തുന്നു, ക്രൈസ്തവരുടെ മുഖപ്രസിദ്ധീകരണത്തിന്റെ ഓഫീസ് സന്ദർശിക്കുന്നു, അങ്ങനെയുള്ള പലതരം പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടെയാണ് കേരളത്തിലെ സംഘപരിവാർ എന്തായാലും അവരുടെ കൂടി നിലപാട് എന്ന നിലയ്ക്കായിരിക്കുമല്ലോ ഇത് അവരുടെ മുഖമാസികയിൽ തന്നെ പ്രസിദ്ധീകരിക്കുക. അതിലേതായാലും BJP നേതൃത്വം ഔദ്യോഗികമായ നിലയ്ക്കൊരു പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ സംഘപരിവാർ നിലപാട് ഈ കാര്യങ്ങളിലെല്ലാം എന്താണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് കേസരിയിലെ ലേഖനം. ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. സംഘപരിവാർ പ്രസിദ്ധീകരമായ കേസരിയിലാണ് ക്രൈസ്തവർക്കെതിരെ ലേഖനം വന്നിരിക്കുന്നത്. ലേഖനം എഴുതിയത് ഹിന്ദുവായി. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും പറയാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അതായത് ഈ മിഷണറിമാരോടെങ്കിൽ പറയാനുള്ളത്, നിങ്ങൾ ഈ കഷ്ടപ്പെട്ടിട്ട് ഈ 5 പൈസന്റെ കൊണമില്ലാത്ത, അതായത് വിദ്യാഭ്യാസം ഇല്ല, പട്ടിണിയും പരിവട്ടും അല്ലെങ്കിൽ ചാണകം മൂത്രം മറ്റേ പശുമ്പൻ്റെ മൂത്രം കഴിച്ച് ജീവിക്കുന്ന ഈ സംഘപരിവാണങ്ങളെ കൂടുതലോട്ട് കൂടിയിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും ഇച്ചിരി നല്ല ഡ്രസ്സ് ഇടിപ്പിക്കാനും അല്ലെങ്കിൽ ഇച്ചിരി ഭക്ഷണം കൊടുക്കാനൊക്കെ നിങ്ങൾ കഷ്ടപ്പെടും. നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവസാനം ഈ സംഘപരിവാണ മലരന്മാരെല്ലാവരും കൂടെ നിങ്ങളെ എടുത്തിട്ട് ഇതുപോലത്തെ ഏതെങ്കിലും മതപരിവർത്തനം അല്ലെങ്കിൽ അത് ഹല്ലേലൂയൻ്റെ പേരും പറഞ്ഞ് നിങ്ങളെ അടിച്ച് കൊല്ലും. ഇത് ഈ നാട്ടിൽ നടക്കാൻ പോകുന്നുള്ളൂ. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം, നമ്മുടെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, അതായത് ആ രാജ്യത്തെ ദളിതരായിട്ടുള്ള കഷ്ടപ്പെട്ട് ഈ സംഘപരിവാണങ്ങൾക്ക് മറ്റേ വാണം പിടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ കൊടി പിടിച്ച് നടക്കുന്ന ഈ ഡാഷുകൾക്ക് ഇച്ചിരി നല്ല ഭക്ഷണവും ഇച്ചിരി നല്ല ഒരു ജീവിത സാഹചര്യമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മിഷണറിമാർ അവിടെ പോവും, നല്ല കാര്യങ്ങൾ ചെയ്യും. ഇതെല്ലാം കിട്ടിയിട്ട് ഇവന്മാർക്ക് സ്വയബുദ്ധി തോന്നും. അതായത് ഇത്രയും കാലം ഈ സംഘവാണങ്ങൾക്ക് മറ്റേ ജയ് വിളിച്ച് നടന്നവന്മാർക്ക് ഇച്ചിരി ബോധം കാര്യം വരുമ്പം ഇവന്മാർ ചിന്തിച്ചിട്ട് മറ്റ് പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യാനും മറ്റു കാര്യങ്ങളോട്ടും പോകും. അത് കാണുമ്പം ഈ ഡാഷ് മക്കൾ ഈ പറഞ്ഞ ക്രിസ്ത്യൻ പുരോഹിതന്മാരും ഈ പറഞ്ഞ പാസ്റ്റർമാരും ഇവരെയൊക്കെ വന്നിട്ട് അടിക്കാനും പിടിക്കാനും കൊല്ലാനും നിൽക്കും. ഇങ്ങനെ കൊല്ലാൻ നിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അവസാനം ഇവന്മാരെല്ലാവരും കൂടെ അത് മതപരിവർത്തന നിയമം മറ്റേ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ലവ് ജിഹാദ് പടം നിൽക്കട്ടെ, നമ്മൾ ലവ് ഹല്ലേലൂയ അല്ലെങ്കിൽ ലവ് ജീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ കൊണ്ടുവന്നിട്ട് ഈ പാസ്റ്റർമാരെ അച്ഛന്മാരെ അടിച്ച് കന്യാസ്ത്രീകളെ ജയിലിലിട്ടിട്ടാണെങ്കിലും ഒരു സൈഡിലോട്ട് മാറ്റും. അത് നോർത്ത് ഇന്ത്യയിലെ നമ്മൾ ഇത്രയും കാലം കണ്ടത് അല്ലേ. അതായത് ഒട്ടും ഒരു ഡെവലപ്മെൻറ്റ്സും ഇല്ലാണ്ട് കഞ്ഞിത്തൂറിയിരിക്കുന്ന നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ UP, ബീഹാർ, ആസാം, ഛത്തീസ്ഗഡ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നമ്മളത് കാണാറ്. അപ്പം അതിൽ നിന്ന് ഇച്ചിരി ഡെവലപ്മെൻറ്റ് വന്ന് എന്ന് തോന്നുമ്പം നമ്മുടെ ആ നോർത്തിലിരിക്കുന്ന UP പോലത്തെ ഇരിക്കുന്ന UPയിൽ ഊദിത്യനാഥൊക്കെ ഉണ്ടല്ലോ, ഇതിനെ പോലത്തെ മലരന്മാർക്ക് വോട്ട് കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാവരും കൂടെ ഈ പറഞ്ഞ പാവപ്പെട്ട ആൾക്കാരുടെ മേലോട്ട് അടിച്ചമർത്താൻ നോക്കും. അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അതെല്ലാം കൂടെ മാറിയിട്ട് ഇപ്പം നമ്മുടെ കേരളത്തിലോട്ട് വന്ന് കേരളത്തിൽ മുസ്ലിങ്ങളാണ് ഇച്ചിരി വിദ്യാഭ്യാസവും നല്ല പൈസയും കാര്യങ്ങളും വെൽ സെറ്റിൽഡ്. അപ്പം ക്രിസ്ത്യാനികളാണെങ്കിലും എന്താ പറയുക, യൂറോപ്പിലും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നല്ല ലെവലിൽ തന്നെ ഉണ്ട്, പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ നാട്ടിലെ കുറേ നല്ല ഹിന്ദുക്കളുണ്ട്. ഇതൊന്നും അല്ലാത്ത കുറച്ച് സംഖ്യകളുണ്ട്. പട്ടിണിയും പരിവട്ടവും ചാണകം നിന്ന് മൂത്രവും കുടിച്ച് ഒരു ഗുണവും ഇല്ലാണ്ട് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന കുറച്ച് സംഘപരിവാണ ചാനലുകളും അല്ലെങ്കിൽ സംഘപരിവാണ ടീംസും ഉണ്ട്. ഇവന്മാർക്ക് കണ്ണുകടി, ഇവന്മാർക്ക് മുസ്ലിങ്ങളോട് ദേഷ്യം, ഇവന്മാർക്ക് ക്രിസ്ത്യാനികളോട് ദേഷ്യം, ഇവന്മാർക്ക് നല്ല ഹിന്ദുക്കളോട് നല്ല പോലെ ജീവിക്കുന്ന ഹിന്ദുക്കളോട് ദേഷ്യം. ഇത്രയും ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നപ്പം ഈ സംഘപരിവാണങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇപ്പം നമ്മളെ കാണുന്ന പോലെ ഇതുപോലത്തെ പല നോട്ട്സും എഴുതി വിടും. അതായത് മറ്റേ പാസ്റ്റർമാരും നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ മിഷണറിമാരും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് നല്ലത് ചെയ്യുന്നു, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവർക്ക് കാശ് കൊടുക്കുന്നു, അവർക്ക് ഫുഡ് കൊടുക്കുന്നു. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ, അതായത് ഹർഷഭാരതത്തിൻ്റെ എന്താ പറയുക, ഹിന്ദു സനാതന പരിഷ്കാരത്തിൻ്റെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മലരന്മാരിങ്ങനെ ഏത് നേരം കോണകം കുത്തി ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കോണകം കൊടുത്ത് പശു മറ്റേ അവിടെ പോയിട്ട് അകിട് പോയി ചാണകം തിന്ന് ജീവിച്ചിട്ട് കാര്യമില്ല. അത് ആൾക്കാർക്ക് മനസ്സിലായി. ഇത് മനസ്സിലാവുന്നതുകൊണ്ടാണ് ആൾക്കാർ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ തീരുമാനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ഈ ഡാഷുകൾക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ പലതരത്തിലുള്ള വേർഡിങ്സും ഈ പറഞ്ഞ ഈ കേസരി പോലത്തെ ഊള ചാനലുകളിലും അല്ലെങ്കിൽ ഓർഗനൈസർ പോലത്തെ ഈ മലർവാണ ചാനലുകൾക്ക് അടിച്ചു വിടും. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ജീവിച്ച് പോയിട്ട് വല്ല കാര്യമുണ്ട് എങ്ങന്മാരെ? എൻ്റെ പൊന്ന് ക്രിസംഗി എച്ചിൽ ചെറ്റ മുസ്ലിങ്ങളും അത് എച്ചിൽ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്രിസംഗി വാണക ക്രിസ്ത്യാനികളോട് പറയാനുള്ളത്, എടാ നീയൊക്കെ ഈ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ജീവിച്ച് അവസാനം ഈ മുസ്ലിം രാജ്യം എന്നൊക്കെ മാറ്റി ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ പോകുന്ന നിൻ്റെ കണ്ണാക്ക് തന്നെ ഇവന്മാർ അമിട്ട് ബോംബ് കൊണ്ട് പൊട്ടിക്കും. അതുവരെ നീയൊക്കെ കാസ കൂസ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്, അവൻ്റെ പേരെന്തായിരുന്നു, പേര് മറന്നുവല്ലോ, ഒരു ഊളുണ്ടല്ലോ, കാസൻ്റെ ഊള വന്നിട്ട് ഏത് നേരം BJPൻ്റെ ആസനം ചന്തി കൈകൊണ്ടിരിക്കുന്ന ഒരുത്തൻ, ചന്തി കൈകി തീട്ടം തിന്നുന്ന ഒരുത്തൻ്റെ പേര് പറഞ്ഞു എന്താവട്ടെ. ഇവനൊക്കെ അവസാനം ഇവൻ്റെയൊക്കെ കുടുംബത്ത് കയറിയിട്ട് ഇവന്മാർ പണിത് മക്കളെ ഉണ്ടാക്കുമ്പം ഈ പറഞ്ഞ എല്ലാ മക്കൾക്കും മനസ്സിലാവും. അതുവരെ ഇവനൊക്കെ ഈ പറഞ്ഞ സംഘപരിവാണങ്ങളുടെ ബാണങ്ങളായിട്ട്
ചന്തിയും കൈ ജീവിച്ച് ഇവൻ്റെയൊക്കെ ജീവിതം നിർവൃതി അടഞ്ഞു പോകും. അതേ അവിടെ നടക്കാൻ പോകുന്നുള്ളൂ.